ഓണം ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷ അവസരങ്ങളിലും മറുനാടൻ മലയാളികളുടെ ദുരവസ്ഥ ഇതുതന്നെയാണ്. സർക്കാർ മാറി മാറി വന്നിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കെ ഇത് പറയുന്നത് വളരെ വ്യക്തമാണ്. കാരണം വെച്ചാൽ കൃത്യമായ ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി ഇതൊരു പുതിയ സംഭവമല്ല. എല്ലാ അവധിക്കാലത്തും മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലെത്തുമ്പോൾ ഈ തരത്തിലുള്ള ഒരു കൊള്ള നടത്തുന്നൊരു അവസ്ഥയാണ്. നിലവിൽ വിമാന ടിക്കറ്റുമായി മത്സരിക്കുകയാണ് ബസ് ടിക്കറ്റുകൾ, പ്രത്യേകിച്ച് അന്തർസംസ്ഥാന സ്ലീപ്പർ കോച്ച് ബസ്സുകൾ. തിരുവനന്തപുരത്തേക്കുള്ള റേറ്റുകൾ പരിശോധിച്ചാൽ തന്നെ 5000 രൂപയാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ചാർജ്. 4000 രൂപ കൊടുക്കണം ചെന്നൈ ബംഗളൂരു ടിക്കറ്റിന്. ഇത് തന്നെയാണ് കൊച്ചിയിലെ അവസ്ഥയും വരുന്നത്. അതായത് ഒരു കുടുംബം ഏതാണ്ട് 3000 രൂപ അധികം, അതായത് 4 പേരുള്ള കുടുംബം നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും അത് ഏതാണ്ട് 25000 രൂപ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് തിരിച്ചു പോകാൻ അവരുടെ ജോലിക്ക് കൃത്യമായി ചെല്ലുന്നതുകൊണ്ട് എന്ത് വില കൊടുത്തും തിരിച്ചു ചെല്ലാനും അല്ലെങ്കിൽ എത്ര നഷ്ടം സഹിക്കാനും അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു കൊള്ളയിലേക്കാണ് ഇത് പോകുന്നത്. നേരത്തെ കെ സൂചിപ്പിച്ച പോലെ സർക്കാർ ഏത് തരത്തിൽ ഇടപെട്ടു എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ കർണാടക ട്രാൻസ്പോർട്ട്, അതായത് അവിടുത്തെ KSRTCയുമായി സംസാരിക്കുകയും 150 സർവീസുകൾ അവർ കേരളത്തിലേക്ക് ഓടിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഇത് തത്വത്തിൽ ഈ പ്രഖ്യാപനം നടത്തിയതല്ല, ഇതൊന്നും റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 2 വരെ നമ്മുടെ KSRTC സർവീസുകൾ, സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു തരം രഹസ്യ സ്വഭാവമുള്ള സർവീസ് പോലെയാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ആളുകൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ബുക്കിംഗ് നോക്കുമ്പോൾ 2, 3 ഒക്കെ ആയിട്ട് ചെന്നൈയിലേക്കുള്ള സർവീസുകൾ കാണുന്നത്. പക്ഷേ അവിടെയൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റെയിൽവേ ടിക്കറ്റുകൾ അവസാനിച്ച് അവർ ബസ്സുകളുടെ ടിക്കറ്റിന് വേണ്ടി നെട്ടോട്ട് കൂടുമ്പോഴാണ് ഈ അവസ്ഥ സംജാതമാകുന്നത്. ഒപ്പം തന്നെ ഒരു ഡൈനാമിക് പ്രൈസിംഗ് ടാഗാണ് ഇപ്പോഴും നിശ്ചയിച്ചിട്ടുള്ളത് KSRTC ഉൾപ്പെടെ. അതായത് ഇതനുസരിച്ച് വില ആവശ്യത്തിനനുസരിച്ച് ടിക്കറ്റ് ചാർജ് കൂടുക എന്നൊരു അവസ്ഥയിലോട്ട് പോകുന്നു. ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മാത്രമല്ല വിമാന ടിക്കറ്റും ഇതിന് സമാനമായ രീതിയിൽ തന്നെ മുകളിലോട്ട് കുതിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കാണാനാകുന്നത്. 12000 രൂപയുടെ അടുത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഗൾഫിലേക്കുള്ള നിരക്കുകളും ഏതാണ്ട് 60000 തൊട്ട് 1 ലക്ഷം രൂപ വരെയിലേക്ക് കുതിക്കുന്നൊരു അവസ്ഥയാണ്. ചുരുക്കത്തിൽ മലയാളികൾക്ക് മനസമാധാനത്തോടുകൂടി ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രിയദർശിനി സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ജനകീയമായ നയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം IT മേഖലയിലും ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്ന 100 10,000 ആളുകളാണ് പ്രത്യേകിച്ച് ബംഗളൂരുവിലും ചെന്നൈയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ളത്. ഇവർക്കൊന്നും നാട്ടിലേക്ക് എത്തി ഓണം ആഘോഷിക്കാൻ അവരുടെ കുടുംബത്തിനൊപ്പം ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതുമൂലം സംജാതമായിരിക്കുന്നത്. ഇതൊരു പുതിയ കാര്യമല്ല, സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് കാര്യങ്ങളെന്നാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.